ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മുടെ കുട്ടികളുടെ ഫ്രോക്കിനും ഡ്രസ്സിനുമൊക്കെ മാച്ചിങ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് വീട്ടിൽ തന്നെ 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ റെയർ കളറിലുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫ്ലവേഴ്സ് എപ്പോഴും ത്രെഡ് ഹൗസിൽ നിന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ അതുപോലത്തെ ഒരു കളറാണിത്. ഇതൊരു ലൈറ്റ് ഗ്രീൻ കളറാണ്. അപ്പോൾ ഈ കളറിലെ ഫ്ലവേഴ്സ് ഞാൻ ഒരുപാട് തപ്പി പക്ഷേ കിട്ടിയില്ല. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രത്തിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് റൗണ്ട് ഷേപ്പിലാണ് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിനാവശ്യത്തിന് ഇതേപോലെ ഒരു പാത്രത്തിൻ്റെ അടപ്പെടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറിയ പാത്രമായി പോകരുത്, നമുക്ക് അത്യാവശ്യം ഒരു വലിപ്പം വേണം. അപ്പോൾ ഈ ഒരു അടപ്പ് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ഷേപ്പ് വരച്ചെടുക്കുക. എന്നിട്ട് 5 റൗണ്ട് ഷേപ്പിലുള്ള തുണിയാണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോയിൽ ഫ്ലവർ ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് 4 കൈകളൊക്കെ കാണാനായിട്ട് ചാൻസ് ഉണ്ട്. എൻ്റെ അമ്മയുടെയും കൈകളൊക്കെ കാണാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മിനിമം 5 റൗണ്ട് ഷേപ്പിലെ തുണി വേണം. ഇതിൻ്റെ എണ്ണം എത്ര വേണേലും ആകാം. നിങ്ങൾക്ക് പൂവിൻ്റെ ഇതളുകളുടെ എണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ 5-ന് പകരം 6ഓ 7ഓ ഒക്കെ എടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇതളുകൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു റൗണ്ട് ഷേപ്പിലെ തുണി 1-2 മടക്കി കൊടുക്കുക. അതിന് ശേഷം ഒന്നുകൂടെ മടക്കുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്മൾ 2 പ്രാവശ്യം മടക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇത് തയ്ച്ചു കൊടുക്കണം. ഇത് കൈകൊണ്ടാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ സൂചിയിൽ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഇതളുകളും ഒറ്റയടിക്കാണ് കേട്ടോ ഈ ഒരു നൂലിൽ കോർത്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് നീളത്തിൽ നൂല് കോർത്തെടുക്കണം. എന്നിട്ട് അറ്റത്തൊന്ന് കെട്ടിയിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതാ ഇതേപോലെ കണ്ടോ തയ്ച്ച് കൊടുക്കണം. ആ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗത്ത് ഇതേപോലെ സൂചി കയറ്റി ഒന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഫ്ലവർ വയ്ക്കുന്ന ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇതള് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത തുണി എടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ മടക്കി കൊടുക്കാം. ആദ്യം 1-2 മടക്കുക, അതിനുശേഷം ഒന്നുകൂടെ മടക്കി കൊടുക്കുക. കണ്ടോ, ഇതേപോലെ. എന്നിട്ട് നമ്മളിപ്പോൾ തയ്ച്ച് നിർത്തിയ ആ സൂചി എടുക്കുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ അങ്ങ് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്തിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യണം. അതോടൊപ്പം അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്യണം. കാരണം നമ്മുടെ ചാനലിൽ ലാസ്റ്റായിട്ട് ഇട്ട വീഡിയോ ഒരു ബേബി ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ആയിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് ഒട്ടും വ്യൂസ് ഇല്ല. അപ്പോൾ ഞാനതിന് കാരണം അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നാണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ ഇതളും ഇതുപോലെ തന്നെ അങ്ങ് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഇതളുകളും മടക്കുക. അതിന് ശേഷം സൂചി നൂല് ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കോർത്തെടുക്കുക. ഇപ്പോൾ കണ്ടോ, ഞാൻ 5 ഇതളുകളും ഇതേപോലെ സൂചി നൂല് ഉപയോഗിച്ച് കോർത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഓരോ ഇതളും കണ്ടോ കൈ കൊണ്ട് ചുരുക്കി ഇതേപോലെ ആക്കി വെക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് അതൊന്ന് ചുരുക്കി കൊടുത്താലും മതി. 5 ഇതളുകളും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ഇതളുകളായിട്ട് കിട്ടും. ഇതിപ്പോൾ സാറ്റിൻ തുണിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ തിളക്കമൊക്കെ ആ ഫ്ലവറിനുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇതളുകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ അറ്റത്തായിട്ടുള്ള 2 ഇതളുകൾ തമ്മിൽ ഇതേപോലെ ഒന്ന് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ആ സൂചി നൂല് ഉപയോഗിച്ച് തന്നെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഓക്കെ, അറ്റം മാത്രം തയ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ തയ്ച്ചെടുത്ത് കഴിയുമ്പോഴേക്കും ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, എന്നിട്ട് കൈ കൊണ്ട് തന്നെ നമ്മൾ ആ ഇതളുകളൊന്ന് വിടർത്തി വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ വയ്ക്കാനായിട്ട് ഇതേപോലെ ഒരു ബട്ടൺ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് തയ്ച്ചു കൊടുക്കാം. ഇതിന് വരെ നിങ്ങൾക്ക് സെയിം കളർ തുണിയിൽ ബട്ടൺ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഈ ഫ്ലവറിൻ്റെ മേക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വെറും 5 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്